എൻ്റെ ഒരു 2016 കാലഘട്ടത്തിലൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മളെ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോണ ഒരു കടയിൽ നമ്മൾ ഡെയിലി ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ആളുകൾ മറ്റു പല ആളുകളും ചായ കുടിക്കാൻ വേണ്ടി വരുമായിരുന്നു. അന്നൊരു ചായയുടെ വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 6 രൂപയായിരുന്നു. അപ്പം ഒരു ചായ കുടിച്ചതിന് ശേഷം ഒരു 100 രൂപ എടുത്ത് ചായക്കടക്കാരനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ബാക്കി 95 കൊടുക്കാൻ വേണ്ടി പെടുന്ന പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ചില്ലറ മേടിക്കാനായിട്ട് മറ്റു കടകളിലേക്ക് ഓടുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കടയിലെ ഭിത്തിയിൽ ഒരു ചെറിയ QR കോഡ് വന്നു. അപ്പൊ അന്ന് അദ്ദേഹത്തെ ആളുകൾ കളിയാക്കി, ചേട്ടാ ഇനി ഫോണിൽ കൂടാണ് കാശ് അയക്കാൻ പോണെന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കി. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കളിയാക്കിയ ആളുകൾ തന്നെ അവരുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ആ QR കോഡിലേക്ക് ക്യാഷ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ ഒരു ഐഡിയ ഒന്നും മനസ്സിലായില്ല, കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ത്യയിൽ വന്നൊരു പുതിയ ഡിജിറ്റൽ വിപ്ലവമായിരുന്നു അത്. അത് നമ്മൾ സംസാരിക്കാൻ പോണത് UPI കുറിച്ചിട്ടാണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിനെ കുറിച്ച്. 2016 ഇന്ത്യയിൽ UPI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. NPCI, നാഷണൽ പേയ്മെന്റ്സ് ഫോർ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ ആണ് ഈ പറയുന്ന UPI സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അത് ഇന്ത്യയാണ് UPI സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലോക രാജ്യം. ഇന്ന് ലോകത്തിലുള്ള ഏകദേശം 7 രാജ്യങ്ങളിൽ ഈ ഇന്ത്യയുടെ ഈ UPI സിസ്റ്റം യൂസ് ചെയ്യുന്നു. നമുക്ക് ഖത്തറിലോ UAE-ലോ സിംഗപ്പൂർ, ഫ്രാൻസ് പോലുള്ള വലിയ വലിയ കൺട്രീസിൽ തന്നെയാണ് ഈ UPI സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഖത്തറിൽ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നു. ഖത്തറിലെ ഡ്യൂട്ടി ഫ്രീയിൽ നമുക്ക് UPI സിസ്റ്റം ഉപയോഗിച്ചിട്ട് പേയ്മെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഏകദേശം ഒരു പ്രതിമാസം ഏകദേശം 2000 കോടി രൂപയിലധികം ട്രാൻസാക്ഷൻസ് ആണ് UPI-യിലൂടെ നടക്കുന്നത്. ഏകദേശം ഇന്ത്യയിൽ 50 കോടി ജനങ്ങൾ ഇപ്പം UPI വഴി ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് പോലുള്ള വലിയ വലിയ കമ്പനീസ് ആണ്. ഈ കമ്പനീസിനെക്കാളും ട്രാൻസാക്ഷൻസ് ഇപ്പോൾ UPI സിസ്റ്റം വഴി നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന കണക്കുകൾ. എനിക്ക് തോന്നുന്നു 2016 മുതൽ 2025 വരെ 2025 വരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവം എന്ന് പറയുന്നത് UPI തന്നെയാണ്.